വയനാട് മൂലങ്കാവിൽ കാട്ടുതീ മുത്തങ്ങ വനമേഖലയിലാണ് തീ പടർന്നത്. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, തീ കെടുത്താൻ കഴിഞ്ഞോ? കൂടുതൽ എന്തെങ്കിലും അപകടങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടോ? അവിടുത്തെ ഒരു സ്ഥിതി എന്താണ് ഇപ്പോൾ? സ്മിത, ഇത് മൂലങ്കാവ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടായത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. വനമേഖല തന്നെയാണ്. വനമേഖലയിൽ അതോട് ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളുണ്ട്. 3 ഭാഗങ്ങളിലായിട്ടാണ് തീ പടർന്നത്. കല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിലാണ് തീ പടർന്നത്. അത് മുളങ്കാടുകളാണ്. ആ മുളങ്കാടുകളിൽ നിന്ന് തീ പടർന്നു പിടിക്കുകയായിരുന്നു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് പ്രദേശത്തെത്തി. അവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ. എന്തായാലും ആ മേഖലയിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത നീക്കമാണ്. റബ്ബർ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളവയിലേക്ക് തീ പടർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മരങ്ങളെല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. മൃഗങ്ങളുടെ നാശം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കണക്കുകൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും ചെറിയ രീതിയിൽ ഇപ്പോൾ തീ ആളിക്കത്തി നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി. മൂലങ്കാവിൽ മുത്തങ്ങ വനമേഖലയിലാണ് തീ പടർന്നത്. തീ കെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.